റോഡപകടങ്ങൾ തുടർക്കഥയായ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും സംയുക്ത യോഗം അല്പസമയത്തിനകം നടക്കും. ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം, ഗതാഗത കമ്മീഷണർ CH നാഗരാജു, ജില്ലാ പോലീസ് മേധാവിമാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, ഇതിൽ എന്തെങ്കിലും കൂടുതൽ നിർദ്ദേശങ്ങൾക്കോ കൂടുതൽ തുടർ നടപടികൾക്കോ സാധ്യതയുണ്ടോ യോഗത്തിന് ശേഷം? വിജയകുമാർ, സംസ്ഥാനത്താകെ റോഡപകടങ്ങൾ തുടർക്കഥയാകുന്നു എന്ന് മാത്രമല്ല, ഈ ഡിസംബർ മാസം മാത്രം അപകടങ്ങളിൽ വല്ലാതെ പശ്ചാത്തലത്തിലാണ് ഗതാഗത വകുപ്പ് തിടുക്കപ്പെട്ട് അതിൽ ഒരു പ്രതിരോധ നടപടികൾ എന്ന നിലയിലേക്ക് കടക്കുന്നത്. അതിന്റെ ആദ്യപടി എന്നോണമാണ് ഇന്ന് 2 യോഗങ്ങളാണ് ചേരുന്നത്. ഒന്ന് ഗതാഗത മന്ത്രി സ്വകാര്യ ബസ് ഉടമകളുമായി ചേരുന്ന യോഗം, മറ്റൊന്ന് പോലീസും ഒപ്പം തന്നെ ഗതാഗത വകുപ്പും ചേർന്നുള്ള ഒരു സംയുക്ത യോഗം. ആ യോഗത്തിൽ പ്രധാനപ്പെട്ട എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരും പങ്കെടുക്കുകയും ചെയ്യും. നിലവിൽ ഇതിനുശേഷം ഇന്നത്തെ പോലീസ് തലപ്പത്തെ യോഗത്തിന് ശേഷം നാളെ മുതൽ തന്നെ ഗതാഗത വകുപ്പും പോലീസും സംയുക്തമായുള്ളൊരു വാഹന പരിശോധന കൂടി പദ്ധതിയിടുന്നുണ്ട്. ഇനി മുതൽ ഓരോ സ്ഥലങ്ങളിലും അതത് ജില്ലാ പോലീസ് മേധാവിമാരുടെ തന്നെ നിയന്ത്രണത്തിൽ അമിത വേഗം ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്ക് കടുത്ത പിഴശിക്ഷ ഉൾപ്പെടെ ഈടാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു തീരുമാനമുണ്ട്. അതിനുശേഷം ഇന്ന് വൈകുന്നേരം സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി തന്നെ യോഗം ചേരും. ആ വിഷയത്തിൽ ഈ സംസ്ഥാനത്തെ നിരത്തുകളിൽ ഏറ്റവും അധികം അപകടമുണ്ടാക്കുന്നവരിൽ പ്രധാനം സ്വകാര്യ ബസ്സുകളാണ് എന്നൊരു വിലയിരുത്തൽ മന്ത്രിക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം നടത്തിയാൽ വാഹനത്തിന്റെ പെർമിറ്റ് ഉൾപ്പെടെ റദ്ദാക്കുമെന്നും സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഉന്നതതല യോഗം അല്പസമയത്തിനകം നടക്കും. ചില നിർദ്ദേശങ്ങൾ, ചില തുടർ നടപടികൾ അതിനുശേഷം പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.